ഇപ്പം തുടക്ക സമയത്ത് ഇപ്പം ഇക്ക മരിച്ചതും ഖബറും കാര്യങ്ങളൊക്കെ കാണിച്ചതും ഒരു കണ്ടന്റിന്റെ ഭാഗമായിട്ടായിരുന്നു. അതൊരിക്കലും കണ്ടന്റ് അല്ല. ഇപ്പൊ എപ്പോഴായാലും എപ്പോ ഖബറിങ്ങിൽ പോയാലും ഞാൻ വീഡിയോസ് എടുത്ത് ഇടാറുണ്ട്. അതും ഇപ്പൊ ഒരു കണ്ടന്റിന്റെ ഭാഗമൊന്നുമല്ല. എനിക്കിപ്പോ കല്യാണത്തിന്റെ ആണല്ലോ മെയിൻ പ്രശ്നം. എനിക്കിപ്പോഴും പ്രപ്പോസ് വരുന്നുണ്ട്. സാജിദക്ക് ഷറഫ് അലീനോടൊരു പ്രണയം അല്ലെങ്കിൽ എൻ്റെ കൂടെ എന്നും ഒരു പാർട്ട്ണറായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? ഷറഫ് അലീൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, അവൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. അത് ഞാൻ പിന്നീട് അറിയണത്. എൻ്റെ ഇക്ക മരിച്ച ടൈമിൽ ഇവൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴും അതൊരു ആശ്വാസമായിരുന്നു. ഷറഫ് അലി ഇട്ട മഹറ എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇന്റർവ്യൂസിലൊക്കെ കാണിച്ചത് ആ സെയിം മഹറാണ്. ശരിക്കും പറഞ്ഞാൽ അയാളുടെ പൈസയും കൊണ്ടൊന്നും ഞാൻ മെഹർ എടുത്തിട്ടില്ല. അയാൾ ഇങ്ങനെ വിളിച്ച് പറയണോണ്ട് ഞാൻ മെഹർ എടുത്തു എന്നൊക്കെ ഒരു വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അയാൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. സാജിദ കാരണം ആളുടെ ഒരു ലൈഫ് അല്ലെങ്കിൽ ആളുടെ ഒരു ഫ്യൂച്ചറിനെ ബാധിക്കുന്ന, ഞാൻ അവന്റെ കുടുംബം കളിക്കുന്ന അവനക്ക് പറയാൻ പറ്റില്ല. അതിൽ അവനും തെറ്റുകാരനാണെന്ന് അവനിക്കറിയാം. ഷറഫ് അലീനെ കുറെ കമന്റ്സ് കാണുന്നത് ഇപ്പം ആന്റി ലവർ ആണ്, അല്ലെങ്കിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാരോട് പ്രണയം തോന്നുന്ന ഒരാളാണ്. ശരിക്കും പറഞ്ഞാൽ ചെറിയ പെൺകുട്ടികൾ അവർക്ക് ആ ഒരു ഇതിൽ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാണ്ട് ഒരിക്കലും എല്ലാ ആമ്പിള്ളേരും ആന്റി ലവേഴ്സ് ആണ് ഞാൻ പറയുന്നില്ല. ഞാൻ പറയട്ടെ, ഞാൻ ഉമ്മച്ചിയാണ്. ഞാൻ 5 മക്കളുടെ ഉമ്മച്ചിയാണ്. എനിക്ക് 32 വയസ്സുണ്ട്. ഞാൻ അതിൻ്റെതായ പ്രായം എനിക്കുണ്ട്. എനിക്ക് എൻ്റെ മക്കളും ഉണ്ട്. ഒരിക്കലും ഞാൻ മക്കളില്ലാത്ത ഉമ്മയാണെന്ന് ഞാൻ പറയുന്നില്ല. യത്തീം മക്കളെ നോക്കുന്നു എന്നുള്ളൊരു ടാഗ് ലൈൻ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന പോലെ ഒരിക്കലില്ല. യത്തീം മക്കള് എന്നുള്ളൊരു ടാഗ് ലൈൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വരാൻ കാരണം ഇവരെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഹസ്ബൻഡിന്റെ ഫാമിലി ആയിട്ട് കോണ്ടാക്ട് അങ്ങനെ നല്ല ഒരു ബന്ധവും ഇല്ല. അപ്പൊ സ്വന്തം ഫാമിലി ഉമ്മ അനിയത്തിമാരൊക്കെ ഉണ്ട്. പക്ഷെ അവര് സോഷ്യൽ മീഡിയയിൽ വരില്ല എന്നുള്ളൂ. അപ്പൊ ഉമ്മ അനിയത്തിമാരെന്ന് വെച്ചാല് അവർക്ക് യൂട്യൂബ് കാര്യങ്ങള്, അനിയത്തിമാര് എന്ന് പറഞ്ഞാല് അവർക്ക് അവരുടേതായ ഫാമിലീസ് ഉണ്ട്. അപ്പൊ ഫാമിലി അവർക്ക് ഇപ്പൊ എന്റെ വീഡിയോയിൽ വരാൻ ഇഷ്ടമാണെങ്കിൽ പോലും അവരുടെ ഫാമിലി നോക്കണല്ലോ. ഹസ്ബൻഡിന്റെ വീട്ടുകാരും അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കാണ്ട് അവർ എൻ്റെ വീഡിയോസിൽ വന്ന് നിൽക്കാൻ പറ്റില്ല. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലല്ലേ അവർ വന്ന് നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ വീഡിയോസ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. പിന്നെ എൻ്റെ ഉമ്മ വീഡിയോസിൽ നിൽക്കണമെങ്കിലും ഇപ്പം അവരുടെ അമ്മായിയമ്മയാണല്ലോ, മരുമക്കളും അമ്മായിയമ്മയാണല്ലോ. അപ്പം അവർക്ക് ആ ഒരു ഇഷ്ടമില്ലായ്ക ഉണ്ടെങ്കിൽ പിന്നെ അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ഉമ്മാനെ ഉൾപ്പെടുത്താത്തത്. അപ്പൊ ഉമ്മാനിയത്തിമാരും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാത്തിനും കൂടെ നിൽക്കുന്ന ആൾക്കാരാ, സപ്പോർട്ട് ചെയ്യാറും കാര്യങ്ങളൊക്കെ അറിയിക്കാറൊക്കെ. ഇപ്പൊ ഞാൻ ഇന്റർവ്യൂസിനൊക്കെ കൊച്ചിയിലും എറണാകുളം ഞാൻ എവിടെ പോവാണെങ്കിലും എൻ്റെ മക്കളുടെ ഉമ്മയാണല്ലോ നോക്കുന്നത്. അപ്പൊ എനിക്ക് എൻ്റെ മക്കൾ പിന്നെ ഇപ്പൊ ഏത് വീട്ടിലാ ഉമ്മ അനിയത്തിമാരില്ലാത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അത് തീരും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പോൾ പെർഫെക്റ്റ് ആണ് എല്ലാ വീട്ടിലും, ആരും ഇത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. അപ്പൊ വേറൊരു ഇന്റർവ്യൂല് പറയണ്ടായിരുന്നു അങ്ങനെ ഉമ്മ അനിയത്തിമാരങ്ങനെ കാര്യത്തിൽ ഇടപെടില്ല. ഞാനും എന്റെ കാര്യങ്ങൾ അങ്ങനെ അവരോട് ഷെയർ ചെയ്യാറില്ല. ഞാൻ ഷെയർ ചെയ്യാറില്ല. അവർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒക്കെയാണ്, സെറ്റാണ്. അവര് എന്റെ കാര്യത്തിലൊന്നും അവര് തലയിടലില്ല. കാരണം ഞാനാണ് എന്റെ കാര്യങ്ങൾ നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ എന്റെ ഉമ്മാന്റെ കാര്യങ്ങളും കൂടി ഞാനാണ് നോക്കുന്നത്. അപ്പൊ പിന്നെ അതിൽ അവർക്ക് ഇടപെടേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ആദ്യം തുടങ്ങിയ സമയത്ത് പറഞ്ഞല്ലോ, ഇപ്പൊ കുറച്ച് നെഗറ്റീവ് പറയുന്ന സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സിനും എതിരെ ഒരു പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം കല്യാണത്തിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞല്ലോ. അപ്പം അത് കേൾക്കുമ്പോൾ സാജിദനെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് പോലും ചിന്തിക്കില്ലേ ഇപ്പം സാജിദ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനെ മണ്ടന്മാരാക്കുകയാണ്, അല്ലെങ്കിൽ അവർക്കൊരു വാല്യൂ കൊടുക്കുന്നില്ല? വിവരമുള്ളവർ ചിന്തിക്കില്ല. വിവരമുള്ള ആൾക്കാർ എന്നോട് ഞാൻ അങ്ങനത്തെ ഇപ്പോഴും എൻ്റെ കമന്റ് ബോക്സിൽ നല്ല കമന്റ്സ് വരുന്നത് എന്താ, ഷാജി നീ നെഗറ്റീവ് കമന്റ്സ് ശ്രദ്ധിക്കുക, കമന്റ്സേ എന്നോട് വായിക്കണ്ടെന്ന് പറയുന്നത്. നീ കമന്റ്സേ വായിക്കരുത്, വായിച്ചു പറഞ്ഞാൽ അങ്ങനെ കുറേ പേരുണ്ട് എന്നാണ്. അപ്പോഴും അവർ സപ്പോർട്ടാണ് ചെയ്യുന്നത്. ഒരിക്കലും അവര് സപ്പോർട്ടീവ് അല്ലാണ്ട് സംസാരിക്കുന്നില്ല. ഫസ്റ്റ് മുതലേ സപ്പോർട്ടുള്ള ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. കൂടുതൽ സപ്പോർട്ടീവ് ആയിട്ട് ആൾക്കാരാണ്. പിന്നെ നെഗറ്റീവ്സ് പറയുന്നവര് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉയർച്ച എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇത്രയോ വർഷമായിട്ട് ഇപ്പം എനിക്ക് ചില യൂട്യൂബേഴ്സൊക്കെ വിളിച്ചിട്ട് പറയും, ഷാജി ഞാൻ 5 വർഷമായി തുടങ്ങിയിട്ട് ഇപ്പോഴും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല, എൻ്റെ വീഡിയോസിക്ക് വ്യൂസ് ഇല്ല. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഞാൻ മരിച്ച ടൈമിൽ തുടങ്ങിയിട്ട് ഒരു
തുടങ്ങിയതിന് ശേഷം ഒരു കുറച്ച് അങ്ങോട്ട് പോയിട്ട് അപ്പം തന്നെ എനിക്ക് 25,000 സബ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ 4 മാസം ഞാൻ നിർത്തി വെച്ചിട്ട് ഞാൻ പഴയ വീഡിയോസൊക്കെ കളഞ്ഞ് ഇനി യൂട്യൂബിൽ തുടരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ നിർത്തി. പിന്നെ 4 മാസം കഴിഞ്ഞിട്ട് ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ പെട്ടെന്ന് എനിക്ക് 1 lakh ആയി. പെട്ടെന്ന് എനിക്ക് സബ് കൂടി. അപ്പോഴാണ് അവർ ചിന്തിക്കുന്നത്, ഈ പറയുന്ന ആൾക്കാരൊക്കെ എന്താ പറയുക, ഇത്രയും വർഷങ്ങളായിട്ട് കൊണ്ട് നടക്കുന്ന ആൾക്കാർക്ക് വ്യൂസ് ഇല്ല, സബ് ഇല്ല, അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ സബ് കൂടണോ എന്ന് പറയുമ്പോഴുള്ള ആ ഒരു സംഭവമാണ് അസൂയ. അത്രേ ഉള്ളൂ. ഇപ്പം തുടക്ക സമയത്ത് ഇപ്പം ഇക്ക മരിച്ചതും ഖബറും കാര്യങ്ങളൊക്കെ കാണിച്ചതും ഒരു കണ്ടന്റിന്റെ ഭാഗമായിട്ടായിരുന്നു. അതൊരിക്കലും കണ്ടന്റ് അല്ല. ഇക്ക മരിച്ചതും ഇക്കാന്റെ നാടും ഇക്ക മക്കള് ഖബറിങ്ങിൽ പോണതൊക്കെ കാണിക്കുന്നത്, അതിപ്പോ എപ്പോഴായാലും എപ്പോൾ ഖബറിങ്ങിൽ പോയാലും ഞാൻ വീഡിയോസ് എടുത്ത് ഇടാറുണ്ട്. അതും ഇപ്പൊ ഒരു കണ്ടന്റിന്റെ ഭാഗമൊന്നുമല്ല. അങ്ങനത്തെ ഒന്നും ഒരു കണ്ടന്റ് അല്ല. അതൊക്കെ എൻ്റെ ലൈഫിൽ നടക്കണ ആ ഒരു സംഭവങ്ങൾ മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ടന്റ് ആക്കി ഇട്ടത് പറഞ്ഞാൽ ഈ ഒരു സംഭവം, കല്യാണത്തിന്റെ സംഭവം മാത്രമാണ് കണ്ടന്റ് മാറ്റുള്ളൂ. ബാക്കിയൊക്കെ എൻ്റെ ലൈഫിൽ നടക്കുന്നത് അങ്ങനെ അപ്പം ഇടുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എഡിറ്റ് ചെയ്തിട്ടും കൂടി ചില വീഡിയോസ് ഇടില്ല, ലൈവായിട്ട് അപ്പം തന്നെ അപ്ലോഡ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഇപ്പം ഇങ്ങനെ ഓരോ ഇപ്പൊ പറഞ്ഞു വരുമ്പം ഇപ്പൊ കണ്ടന്റ് റിലേറ്റഡ് ആണല്ലോ ഇപ്പം ഓരോന്ന് ഇടുന്നതൊക്കെ. അപ്പൊ ഇനി അങ്ങോട്ടുള്ള സാധ്യത, ഇപ്പൊ റിയൽ ആയിട്ട് ഇനി എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ട് അത് യൂട്യൂബിൽ സാധ്യത വന്ന് പറയുവാണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് അത് എത്രത്തോളം വിശ്വസിക്കും എന്നുള്ളതിലൊരു ടെൻഷൻ. ഞാൻ പറയട്ടെ, എനിക്കിപ്പോ കല്യാണത്തിന്റെ ആണല്ലോ മെയിൻ പ്രശ്നം. എനിക്കിപ്പോഴും പ്രപ്പോസ് വരുന്നുണ്ട്. ഇപ്പോഴും ഈ പ്രശ്നം കഴിഞ്ഞിട്ടും ഇത്രയും പ്രശ്നങ്ങൾ അറിഞ്ഞിട്ടും പ്രപ്പോസ് വരുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴും വന്ന് കിടക്കുന്നുണ്ട് പ്രപ്പോസ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവർക്കൊക്കെ ഇപ്പൊ മനസ്സിലാക്കാമല്ലോ, ഒരു ചെക്കൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ കറങ്ങി ഇവള് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അവര് വരുന്നവര് പ്രപ്പോസ് കൊണ്ട് വരുന്ന ആൾക്കാർ ഇപ്പൊ നെഗറ്റിവിറ്റി ചിന്തിക്കാലോ. അങ്ങനെ ചിന്തിക്കാത്ത ആൾക്കാർ പ്രപ്പോസും കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ ഞാൻ അതാ പറയുന്നത്, നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർ മാത്രമേ ചിന്തിക്കുള്ളൂ. ഈ പ്രപ്പോസ് വന്നിട്ട് ഇപ്പൊ എനിക്ക് ശരിക്കും പറഞ്ഞാൽ 2-3 പ്രപ്പോസ് ഇപ്പൊ വന്ന് കിടക്കുന്നുണ്ട്. കല്യാണം കഴിക്കാൻ റെഡിയാണ്. അപ്പൊ ഞാൻ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അപ്പൊ അവര് യൂട്യൂബേഴ്സ് കാണാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഉസ്താദ്മാർക്കൊക്കെ പ്രശ്നമാണ് എന്നൊക്കെ പറയുന്നത്. ആ ഉസ്താദാണ് എനിക്ക് പ്രപ്പോസ് കൊണ്ട് വന്നിരിക്കുന്നത്. കല്യാണം കഴിയാത്ത ഒരാളാണ്. 27 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. അപ്പൊ കല്യാണം പ്രപ്പോസ് കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ്, അവരുടെ ഉമ്മ എല്ലാവരും വീഡിയോസ് കാണുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ചിന്തിക്കാലോ, ഇങ്ങനെ എന്താണ്, ഇവളിങ്ങനത്തെ ആണ്, ശരിയില്ല എന്നവർക്ക് ചിന്തിക്കാമല്ലോ. പക്ഷെ അല്ല, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, എൻ്റെ ലൈഫ് എടുത്ത് മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ സപ്പോർട്ടീവായിട്ട് നിൽക്കും. ഇനിയിപ്പോൾ അങ്ങനെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞാലും ആ കല്യാണം കഴിഞ്ഞ ആളിനെ ഞാൻ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. എൻ്റെ വീഡിയോസിൽ ഞാൻ ഉൾപ്പെടുത്തും. അങ്ങനെയുള്ള ഒരാളിനെ, എൻ്റെ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആളിനെ ഞാൻ കല്യാണം കഴിക്കുള്ളൂ. ഇപ്പൊ പ്രപ്പോസൽ വന്ന ആളും 26-27 വയസ്സുള്ള ഈ ഏജുള്ള ആൾക്കാരെ സാധ്യതക്ക് മാത്രം ഇത്ര ചെറിയ പ്രായമുള്ള പയ്യന്മാരെ എനിക്ക് അറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അപ്പൊ ഞാൻ എന്നെ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് വേറൊരു ഇപ്പോൾ കല്യാണം കഴിയാത്ത ഒരാളെ വരുമ്പോൾ തന്നെ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് വേറെ കല്യാണം നോക്കിക്കൂടെ, എന്തിനാ എൻ്റെ പിന്നാലെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞ് 5 മക്കളുണ്ട്, 32 വയസ്സായി എന്നൊക്കെ പറഞ്ഞാലും അവര് ഞങ്ങൾക്ക് പ്രശ്നമില്ലല്ലോ, പിന്നെ എന്താ നിനക്ക് പ്രശ്നം എന്നാണ് ചോദിക്കണത്. അപ്പൊ എനിക്കും പ്രശ്നമല്ല, ഈ വരുന്ന ആൾക്കാർക്കും പ്രശ്നമില്ല, കാണുന്നവർക്ക് മാത്രമാണ് പ്രശ്നം. ഓക്കെ. ഇപ്പോ നമ്മുടെ ഷെറഫ് അലിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഇപ്പൊ ആൾക്കും ഈ ഒരു പ്രായം പറയും, എന്താണ് ഇവള് ഇപ്പൊ പറയും. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഫിൽറ്ററൊക്കെ ഇട്ടിട്ടൊക്കെയാണ് വീഡിയോസൊക്കെ, ചില ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി ഫിൽറ്ററൊക്കെ ഇട്ട്, നമ്മുടെ സാധാ ഫോണാണല്ലോ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കളറും കാര്യങ്ങളൊക്കെ. അപ്പൊ ആൾക്കാർ പറയും, ഇവളുടെ റിയൽ മുഖം നമ്മൾ ഇന്റർവ്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇവൾക്ക് ഇത്രയും ചെക്കന്മാർ ഇങ്ങനെ പ്രപ്പോസും കൊണ്ട് വരാം, ഇവള് നോണ പറയാം, അങ്ങനെ പറഞ്ഞ ഷെറഫ് അലി പറഞ്ഞ ഇവൻ 26 വയസ്സ്. ശരിക്കും പറഞ്ഞാൽ അവനെയൊക്കെ കാസർഗോഡിൽ അത്രയും പെൺകുട്ടികൾ, ഭംഗിയുള്ള പെൺകുട്ടികൾ കിടക്കുകയാണ്. അവൻ ഈ പാലക്കാട് വന്നിട്ട് ഇപ്പൊ എന്നെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ ഇപ്പൊ ഈ വരുന്ന ആൾക്കാർക്കൊക്കെ കണ്ണൂരും കാസർഗോഡൊക്കെയാണ് കൂടുതലായിട്ടും വരുന്നത്. അപ്പൊ അവർക്കൊക്കെ ചിന്തിച്ചു, ഈ കാണുന്നവർക്ക് ചിന്തിച്ചുകൂടെ എങ്ങനെ വരുന്നുണ്ടെങ്കിൽ, ഇപ്പൊ അങ്ങനെ എല്ലാവരും ഭംഗി കളറ് ഇതൊക്കെയാണ് ഓരോരുത്തരുടെ ഇവളിത്ര കളറില്ല അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. അതിലെല്ലാ കാര്യം അറിയണില്ല. ഇപ്പോൾ ഒരു കളറിലാണോ ഒരു ഇതിലാണല്ലോ, നമ്മൾ മനസ്സ് അല്ലെങ്കിൽ സംസാരിക്കുന്ന രീതി, നമ്മൾ നിൽക്കണ രീതി, അങ്ങനെയൊക്കെയാണ് നമ്മൾ. ഇപ്പോൾ ഷെറഫ് അലി അവൻ എന്നായിട്ട് സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് നമ്മൾ രണ്ടാളും ശരിക്കും പറഞ്ഞാൽ അവനിക്ക് ഞാൻ സംസാരിക്കണത് അവൻ സംസാരിക്കണത്, അവൻ്റെ കാര്യങ്ങളും എൻ്റെ കാര്യങ്ങളും അവനിക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെയുള്ള ഒരു ബന്ധമാണ്. അല്ലാണ്ട് ഇപ്പോൾ ഒരിക്കലും ചന്തം നോക്കിയിട്ട് അവൻ നല്ല ഭംഗിയുണ്ട് കാണാൻ, ആള് കുഴപ്പമൊന്നുമില്ല, ഏജും കമ്മിയാണ്. അപ്പോൾ
ഇനിയിപ്പോൾ വന്ന ആൾ ഏജും കമ്മിയാണ്, കാണാൻ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ അങ്ങനെ. അതുപോലെ തന്നെ യൂട്യൂബിൽ നിൽക്കണ ഫീൽഡിൽ നിൽക്കണതും അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ എനിക്ക് പ്രപ്പോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവർ പറയണത് ഞാൻ ഇവരുടെയൊക്കെ എന്തോ ചെയ്ത് വീഴ്ത്തുന്നത്. ഞാൻ ഒന്നും ചെയ്യണില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് സംസാരിക്കുന്ന പോലെ തന്നെ അവരോട് നമ്മൾ തുറന്ന് സംസാരിക്കും, നുണ പറയില്ല ഒരിക്കലും. മക്കളെ മാറ്റി നിർത്തിയിട്ട് എനിക്ക് 5 മക്കളില്ല, 2 ആളുള്ളൂ 1 ആളുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സംസാരിക്കാം. അങ്ങനെ ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ല. എവിടെയും ഞാൻ എൻ്റെ മക്കളെ ഒരിക്കലും ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല. ആര് ചോദിച്ചാലും ഇപ്പം ഞാൻ പുറത്ത് ഒറ്റയ്ക്ക് ഞാൻ പോവുകയാണെങ്കിൽ തന്നെ എൻ്റെ അടുത്ത് ചോദിക്കും കല്യാണം കഴിഞ്ഞിട്ടില്ലേ, അങ്ങനെയുള്ളതൊക്കെ ചോദിക്കും. ഞാൻ പറയും കല്യാണം കഴിഞ്ഞിട്ടില്ല, 5 കുട്ടികളുണ്ട് പറയും. കണ്ടാ പറയില്ല 5 മക്കളുടെ ഉമ്മയാണോ ചോദിക്കും. അപ്പം അവർ അതിശയത്തോടെ ചോദിക്കും. അപ്പോഴും ഞാൻ മാറ്റി നിർത്തിയിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ ഇപ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒക്കെ മരിച്ചിട്ടില്ല, ഇങ്ങനെയൊക്കെ എനിക്ക് പറയാം. എന്നോണം ഇങ്ങനെ പറഞ്ഞു കൂട്ടുകയൊക്കെ ചെയ്യാം. അങ്ങനത്തെ ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോ ഷറഫ് അലിനായിട്ട് അതായത് ഈ ഒരു കല്യാണത്തിന്റെ ഇഷ്യൂ എടുത്തിട്ടത് ഇവിടെ നമ്മളോട് ഇപ്പൊ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ യൂട്യൂബേഴ്സ് കുറെ കാണുന്ന ആൾക്കാർ കുറെ നെഗറ്റിവിറ്റി പറയുമ്പോൾ അവർക്ക് ഒരു അടി എന്നുള്ള രീതിയിലല്ലേ. അപ്പൊ വേറൊരു ഇന്റർവ്യൂല് പറയണ്ടായിരുന്നു സാജിദക്ക് കുറെ പ്രപ്പോസൽ വന്ന് നിക്കാൻ പറ്റാതെ വന്നപ്പോ അവരുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇഷ്ടംപോലെ പ്രപ്പോസ് വരുന്നുണ്ട്. കോളാണ് അധികമായിട്ട് ഞാനിങ്ങനെ നമ്പർ ഇട്ടപ്പോൾ കോള് ഇഷ്ടം പോലെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ പ്രപ്പോസ് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ആൾക്കാരാണ് കൂടുതലായിട്ട് പ്രപ്പോസ് കൊണ്ട് വന്നത്. നിലവിൽ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണ്, ഒരു ഫാമിലി ഉള്ള ആൾക്കാർ. അപ്പോൾ ഒരു ഫാമിലിയിൽ നിൽക്കുന്ന ടൈമിൽ നമ്മൾ കല്യാണം കഴിച്ച് കൂടെ കൂട്ടാം, അല്ലെങ്കിൽ നമ്മൾ വേറെ നോക്കാം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് വരാം. ഞാൻ ഒരിക്കലും അങ്ങനത്തെ ആ ഒരു ഫാമിലിയിലേക്ക് പോവില്ല. കാരണം കല്യാണം കഴിച്ചിട്ട് കുട്ടികളുണ്ട്, പിന്നെയും വേറൊരു ഫാമിലി തിരയുന്ന ആൾക്കാർ ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കൂടെ, അല്ലെങ്കിൽ അവരത്രയും ഇതുള്ള ആൾക്കാരായിരിക്കില്ല. അത്രയും സ്നേഹമുള്ള ആൾക്കാർ അവരുടെ കുട്ടികളെയും ഇതും വിട്ടിട്ട് വരില്ലല്ലോ. അതുകൊണ്ട് അങ്ങനത്തെ കുറെ എണ്ണം വന്നിട്ടുണ്ട്. ഇത്രയും പ്രപ്പോസൽ വരാൻ സാധ്യത എനിക്കറിയില്ല. ഇത്രയും പ്രപ്പോസ് വരാ പറഞ്ഞാല് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ബോൾഡ്നെസ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും. ഇങ്ങനെ കുട്ടികളെ നോക്കുന്നത് ഒറ്റയ്ക്ക് ഇത്രയും തൻ്റെ അടുത്തോട് കൂടിയിട്ട്. കാരണം എൻ്റെ ഫ്രണ്ട്സ് തന്നെ എന്നോട് പറയാറുണ്ട് ഷാജി 1 ആൾ 2 ആളിനെ തന്നെ നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ഇക്കുള്ള ടൈമിൽ തന്നെ എനിക്ക് വിളിച്ചു പറയും ഷാജി നീ എങ്ങനെയാണ് 5 ആളിനെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്ന് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് ഇക്ക മരിച്ചതിന് ശേഷം ഞാൻ ഇവരുടെ അതേപോലെ കൊണ്ടേ നടക്കുന്നുണ്ട്. അപ്പം അവർ പറയണ അപ്പോൾ ഓരോരുത്തരിങ്ങനെ പറയും എന്നെ സമ്മതിക്കണം കാരണം ഇങ്ങനെയൊക്കെ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പം അതുകൊണ്ടായിരിക്കും. ഇപ്പം കുറച്ച് നേരത്തെ പറഞ്ഞല്ലോ, അതായത് ഇപ്പോൾ ഒരു ഫാമിലി ഉള്ള ആളുടെ അടുത്ത് നിന്നാണ് പ്രപ്പോസൽസ് വരുന്നത്, അങ്ങനെയുള്ള ആൾക്കാരോട് താല്പര്യം ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ വേറൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞില്ലേ, ഇപ്പം അതിലിങ്ങനെ ആങ്കർ ചോദിക്കണ്ടായിരുന്നു ഷറഫ് അലി ഇപ്പം വേറൊരു മാരേജും കൂടെ കഴിക്കുവാണെങ്കിൽ എന്ന് ചോദിച്ചപ്പോൾ ബഷീർ ഫാമിലീനെ റെഫർ ചെയ്തിട്ട് അതൊന്നും എനിക്ക് കുഴപ്പമില്ല എന്ന് അതിൽ പറഞ്ഞു. അപ്പം അതും ഇതും തമ്മിൽ ഇപ്പൊ പറയുന്നത് വേറൊരു കല്യാണം കഴിക്കുകയാണെന്ന് പറഞ്ഞാല് ഷർഫലിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴല്ല, അവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ്. അത് ഞാൻ പിന്നീട് അറിയണത്. ഇവൻ എന്നെ കോണ്ടാക്ട് ആയിട്ട് കുറെ ആയിട്ടാണ് ഞാൻ ഇവന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ കാര്യം അറിയണത്. അതിപ്പോ പ്രശ്നമായിട്ട് അത് ഇതായിട്ടുണ്ട്, ക്യാൻസലായി. അപ്പൊ അത് ഷർഫലി അങ്ങനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്നാ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ഇപ്പൊ എനിക്ക് വരുന്ന പ്രപ്പോസ് പറഞ്ഞാല് 4 മക്കള് 3 മക്കള് 5 മക്കളൊക്കെ ഉള്ള ആൾക്കാരാണ് പ്രപ്പോസ് വരുന്നത്. അവരെ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നാ പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പം സാജിദിനായിട്ട് ബന്ധമുള്ള സമയത്ത് ഷറഫ് അലി ഓൾറെഡി ഒരു എൻഗേജ്ഡ് ആയിരുന്നു, അത് മറച്ചു വെച്ചതാണ്. അതപ്പോ എങ്ങനെ എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അവൻ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും എന്നോട് അവൻ കല്യാണം എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് അവൻ പറഞ്ഞിട്ടില്ല. അതെനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ അവൻ ഒരു 2 വീക്ക് 3 വീക്കൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് അങ്ങനെയൊക്കെ കഴിഞ്ഞിരിക്കുന്ന ടൈമിലാണ് ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് എൻ്റെ ഇതേപോലെ എനിക്ക് എൻഗേജ്മെന്റ് കഴിഞ്ഞതാണ് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയണത് ഇവൻ്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കുറേ ഇവനോട് ചോദിച്ചു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് എന്താ നീ ഇങ്ങനെ എന്നിട്ട് ഇതാക്കണം എന്നെല്ലാം ചോദിച്ചു. അപ്പോൾ അവൻ അതിനെക്കുറിച്ച് അങ്ങനെ ഒന്നും പറഞ്ഞില്ല. വീട്ടുകാർ തമ്മിൽ ഉറപ്പിച്ചു കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അല്ല എൻഗേജ്മെന്റ് കഴിഞ്ഞു. അപ്പൊ ഷറഫ് അലിയും സാജിദയും തമ്മിൽ ആ സമയത്ത് ഇപ്പം ഫ്രണ്ട്ഷിപ്പിനേക്കാൾ മേലെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അതായത് പ്രണയം എന്നല്ല, അതിന്റെ ഒരു ഇടയിൽ ഫ്രണ്ട്ഷിപ്പ് ആണ്, അങ്ങനെയാണ്. പക്ഷെ എൻഗേജ്മെന്റ് കാര്യം മറച്ചു വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, അത് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ വിഷമം തോന്നിയോ?
എന്ന് പറഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, ഞാൻ ശരിക്കും അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല, എൻഗേജ്മെന്റ് അങ്ങനത്തെ ഉള്ള ഒരു വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവൻ എനിക്ക് സപ്പോർട്ടീവായിട്ട് കൂടെ നിൽക്കണോണ്ട് തന്നെ എനിക്ക് കൂടുതലായിട്ട് നമ്മൾ അവനായിട്ട് അറ്റാച്ച്മെന്റ് ആണല്ലോ. അറ്റാച്ച്മെന്റ് കൂടുതലാവുമ്പോൾ നമുക്ക് ഒരു ചെറുതായിട്ടൊരു പൊസസീവ്നെസ് വരും. അങ്ങനത്തെ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു മൊമെന്റില് സാജിദക്ക് ഷറഫ് അലിനോട് ഒരു പ്രണയം അല്ലെങ്കിൽ എന്റെ കൂടെ എന്നും ഒരു പാർട്ട്ണറായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. അവൻ നല്ല ക്യാരക്ടറാണ്, പിന്നെ സപ്പോർട്ടീവാണ്, എപ്പോഴും നമ്മുടെ കൂടെ എന്തിനും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു. എപ്പോഴും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വിചാരിച്ചു, ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ചില ഇഷ്ടങ്ങൾ അങ്ങനെയാ, നമുക്ക് ഇഷ്ടപ്പെടാനേ പറ്റുള്ളൂ, നടക്കില്ല. അതേപോലെ തന്നെ നമ്മൾ വേറൊരു ആളുടെ പേര് ഇതേപോലെ ഈ യൂട്യൂബ്, ആക്ച്വലി ഇവർക്കൊക്കെ ഇത് എവിടെന്നാ കിട്ടുന്നതെന്ന് ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. വേറൊരു റഹൂഫോ അങ്ങനെ പുള്ളിയുടെ വോയിസ് റെക്കോർഡ്സ് വരുന്നതും പുള്ളി സാജിദയ്ക്ക് പ്രപ്പോസ് ആയിട്ട് വന്നതാണ്. അതെനിക്കൊരു പ്രപ്പോസ് ആയിട്ട് വന്നതാണ്. അതുപോലെ ഞാൻ പറയാണ്ട് തന്നെ അയാൾ എൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ട ആളാണ്. പിന്നെ അങ്ങനെ ക്യാഷ് ഇട്ട് തന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാളുടെ ക്യാരക്ടർ എനിക്ക് മനസ്സിലായി. ഇയാളുടെ ഫ്രണ്ട്സ് ഇയാളായിട്ട് കോണ്ടാക്ട് ഉള്ള കുറച്ച് ആൾക്കാർ എന്നായിട്ട് വിളിച്ച് സംസാരിച്ചു, പറഞ്ഞു മോശം ക്യാരക്ടറാണ്, അവരുമായിട്ട് ഇതാവണ്ട, കല്യാണം കഴിക്കണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞു. പിന്നെ അവൻ ഇങ്ങനെ എല്ലാവർക്കും പൈസ കൊടുത്തിട്ട്, അയാൾ തന്നെ എന്നോട് പറഞ്ഞു ഇങ്ങനെ വേറൊരു പെണ്ണിന് പൈസ കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇത്ര ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്, ഫോൺ കൊടുത്തിട്ടുണ്ട്, അതുപോലെ അവൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ എല്ലാം മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി അയാള് പൈസയും കൊണ്ട് ഇങ്ങനെ പറയുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ പേഴ്സണലായിട്ട് സംസാരിച്ച ഒരു സംഭവം യൂട്യൂബിൽ എടുത്തിട്ടത് അയാള് ശരിക്കും പറഞ്ഞാൽ മോശം ചെയ്തതാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കേസ് കൊടുക്കാം അയാളുടെ പേരിൽ. കാരണം എൻ്റെ വോയിസും കാര്യങ്ങളും ഞാൻ അയാളെ വിശ്വസിച്ചിട്ട് ചെയ്തൊരു സംഭവം അയാൾ സോഷ്യൽ മീഡിയയിൽ കൊടുന്നിട്ടു. അതൊരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെ അയാൾക്ക് കൊടുക്കാനുള്ള ക്യാഷ് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കാന്നുള്ളൊരു ഡേറ്റ് അയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞിട്ടും കേൾക്കാണ്ട് അയാൾ കുറേ ആൾക്കാർ യൂട്യൂബേഴ്സിനൊക്കെ ഇത് അയച്ചു കൊടുത്ത് സീൻ ഉണ്ടാക്കിയ ഒരാളാണ്. ഓക്കെ. അപ്പം ആ ഒരു വോയിസ് റെക്കോർഡിലും പറയുന്നുണ്ടല്ലോ മഹറില് സ്പെല്ലിംഗ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അതിലും മഹറുണ്ട്, അതെന്താ കഥ? ഇല്ല അതിൽ മഹറൊന്നുമില്ല. അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മഹറിന്റെ ഒരു സംഭവമാണ് അത്. അതിൽ മഹറൊന്നുമില്ല. പിന്നെ അയാൾ ഇങ്ങനെ ടോർച്ചർ ചെയ്യും, വിളിച്ച് മെഹർ എടുക്ക്, നിന്റെ ഇഷ്ടത്തിന് എടുക്കുക, അങ്ങനെ ഇങ്ങനെ. അപ്പം ഞാൻ ഇയാൾ പൈസ അയച്ചെന്നുണ്ട്, ഓക്കെ ഞാൻ മെഹർ എടുക്കാം. ഞാൻ ഇങ്ങനെ ചെയിൻ എടുക്കാൻ പോയ ടൈമിൽ ഇതാ മെഹർ എടുത്തിട്ടുണ്ട്, ഇങ്ങനത്തെ ലോക്കറ്റാണ്, എന്താ പേര്, അയാളൊരു തൃപ്തി വരുത്താൻ വേണ്ടിയിട്ട് ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അയാളൊരു സൈക്കോ ക്യാരക്ടറാണെന്ന് മനസ്സിലായപ്പോൾ ശരി നമുക്കിത് ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ഞാൻ ഈ ഷറഫ് അലിനോടും കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു ടോർച്ചറിങ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം അവൻ പറഞ്ഞു, അവനും കുറെ സംസാരിച്ചു ഇയാളോട്. ശരിക്കും പറഞ്ഞാൽ ഇയാളോട് ഈ സമയത്ത് ഷറഫ് അലിയായിട്ടും റൌഫായിട്ടും കോണ്ടാക്ട് ഉണ്ടോ? റൌഫ് എന്നെ പ്രപ്പോസ് ചെയ്ത സംഭവമാണല്ലോ. അപ്പൊ ഷറഫ് അലിനെ പറഞ്ഞിട്ടുണ്ട്. ഷറഫ് അലിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ വയനാട്ടിൽ പോയ ടൈമില് ഇങ്ങനെ ഒരാൾ വിളിക്കുന്നുണ്ട്, ശല്യാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊരിക്കൽ കോള് വന്നപ്പോൾ അവനടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു മഹർ റൌഫിന് കൊടുക്കുന്ന മഹറാണ് എടുത്തിട്ട് ഷറഫ് അലി ഇട്ട മഹറാന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇന്റർവ്യൂസിലൊക്കെ കാണിച്ചത് ആ സെയിം മഹറാണ്. ശരിക്കും പറഞ്ഞാൽ അയാളുടെ പൈസയും കൊണ്ടൊന്നും ഞാൻ മെഹർ എടുത്തിട്ടില്ല. അയാൾ ഇങ്ങനെ വിളിച്ച് പറയണോണ്ട് ഞാൻ മെഹർ എടുത്തു എന്നൊക്കെ ഒരു വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അയാൾക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എടുത്തിട്ടുണ്ടായിരുന്നില്ല മഹർ? ഇല്ല, ഞാൻ ജ്വല്ലറി പോയിട്ട് ചെയിൻ എടുത്ത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്. അതിന്റെ ശേഷം എനിക്ക് വന്ന പൈസയിലാണ് ഞാൻ സംഭവം ഇതൊക്കെ എടുത്തത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ പേരൊക്കെ ചോദിച്ചതും നെയിം അടിക്കാനൊക്കെ പറഞ്ഞത് ഞാൻ അയാളുടെ അടുത്ത് വെറുതെ ചോദിച്ചതാണ്. പിന്നെ അവിടെ ഉള്ള ഒരു ലോക്കറ്റിന്റെ ഒരു സംഭവം എടുത്തിട്ട് ഈ ചെയിനിലിട്ടിട്ട് ഇങ്ങനെ എടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് കാണിച്ചു. അയാൾ വിചാരിച്ചു അത് വേറെ ഏതോ ആളുടെ ലോക്കറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടതാണ്, ജസ്റ്റ് ഇട്ടെന്നുള്ളൂ. അപ്പം അയാൾ വിചാരിച്ചു അയാൾക്ക് വേണ്ടി മെഹർ എടുത്തു എന്നല്ല. പിന്നെ അയാളോട് ഒരിക്കലും ഞാൻ ക്യാഷ് ചോദിച്ചിട്ടില്ല. ക്യാഷ് ചോദിച്ച വീഡിയോ അല്ലെങ്കിൽ റെക്കോർഡ് എവിടെയും കാണില്ല. അയാളായിട്ട് എനിക്ക് പൈസ അയച്ചതാണ്. അപ്പം ഇയാൾക്ക് ഇതാണ് തൊഴിൽ. ഇങ്ങനത്തെ യൂട്യൂബേഴ്സിനെയും ഇങ്ങനെ ഭർത്താക്കന്മാരില്ലാത്ത പെൺകുട്ടികളൊക്കെ, അയാൾക്കും കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, 3 മക്കളുണ്ട്, പ്രായമുള്ള മക്കള് 10-16 +2 ഒക്കെ കഴിഞ്ഞ മോനുണ്ട്, എല്ലാം ഉണ്ട്. ഭാര്യ 1 വർഷമായിട്ട് അയാളുടെ കൂടല്ല, അങ്ങനത്തെ ഒക്കെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചു ഇയാള് നല്ല സംസാരമൊക്കെ ആയപ്പോ നല്ല ആളായിരിക്കും വിചാരിച്ചു. പിന്നെ ഇയാളുടെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് മനസ്സിലായപ്പോ ഞാൻ ഒഴിവാക്കിയതാണ്. അപ്പൊ അതായത് ആ മഹർ ചുമ്മാ ഒരു ഷോയ്ക്ക് വേണ്ടിട്ട് ഫോൺ വെറുതെ വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുത്തതാണ്. ഷറഫ് അലിന്റെ കാര്യത്തിൽ വന്നപ്പോഴാണ് സ്വന്തം കയ്യിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട്. അപ്പൊ ചെയിൻ മേടിക്കാൻ വേണ്ടിട്ട് വെച്ച ക്യാഷ് ആയിരുന്നു, ഞാൻ മേടിക്കാൻ വേണ്ടിട്ട് വെച്ചതായിരുന്നു. പിന്നെ ഷറഫ് അലിനോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് ഞാൻ അവന്റെ ലോക്കറ്റിൽ പേരടിച്ചു എന്നുള്ളൂ. അടിച്ചു. അപ്പൊ ആ മഹറിൽ ഷറഫ് അലിയുടെ പേരായിരുന്നു. അപ്പൊ ആ മഹർ ഇപ്പൊ എന്താ ചെയ്തു? ഞാൻ അയച്ചു വെച്ചിരിക്കട്ടില്ല, ഇട്ടിട്ടില്ല. അതിന് എന്ത് ചെയ്യും?
അതിപ്പോൾ ഗോൾഡ് അല്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം. വിൽക്കും, വിൽക്കാം, അല്ലെങ്കിൽ നമുക്ക് എടുത്തു വെക്കാം, അല്ലെങ്കിൽ നമുക്കത് മാറ്റി വേറെ ആക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതേപോലുള്ള ഇങ്ങനെ ഇപ്പം അപവാദങ്ങളാണെങ്കിലും ഓരോ കഥകളൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് വിഷമം തോന്നാറുണ്ടോ? കൊറേയൊക്കെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ അല്ല എന്താണ് എന്താ പറയാ ജയിലിലായി, ഇപ്പൊ കൊറേ റീസെന്റ് ആയിട്ട് അങ്ങനെ വരുന്നത്. ഹണി ട്രാപ്പില് അവന്റെ എന്തൊക്കെ ലക്ഷ്യങ്ങൾ മേടിച്ചു, അങ്ങനെയാക്കി ഇങ്ങനെയാക്കി രണ്ടുപേരിനെയും കുടുക്കി എന്നെല്ലാം പറഞ്ഞിട്ടാണ് വരുന്നത്. അതൊക്കെ കേൾക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ അയ്യോ ഇതെന്ത് ഇപ്പൊ ഞാനീ പറയുന്നൊക്കെ എത്ര ലക്ഷ്യങ്ങൾ മേടിച്ചു എന്നുള്ള ആ ഒരു സംഭവം, പിന്നെ ഒരു ഫീലിങ്സ്. ഏതോ ആൾക്കാരുടെയൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങണ പിക്ചറൊക്കെ എടുത്തിട്ട് ഇവര് എന്റെ തമ്പലയിലൊക്കെ കൊടുത്തിട്ട് കണ്ടപ്പോ അതൊക്കെ എനിക്ക് വിഷമമായി. കാരണം എന്നിട്ട് ഓരോരുത്തരും എനിക്ക് വിളിക്കാൻ തുടങ്ങി, ഷാജി എന്താ കേസ് ഉണ്ടോ, നീ ജയിലാണോ, നിന്നെ അറസ്റ്റ് ചെയ്തോ എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തർ വിളിക്കുമ്പോ എനിക്ക് വിഷമമാണ്. അങ്ങനത്തെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അല്ലാണ്ട് പിന്നെ ഇവർ ഓരോരുത്തർ ഇടുന്ന എന്തോ ചെയ്യട്ടെ, അവരുടെ കണ്ടന്റ് അല്ലേ, അത് റിയാക്ഷൻ വീഡിയോസ് എന്ത് കണ്ടന്റ് വേണമെങ്കിലും അവർക്ക് മെനഞ്ഞുണ്ടാക്കുമല്ലോ, കുഴപ്പമില്ല ഓടട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇട്ടു. അതായത് അങ്ങനെ ആൾക്കാർ എന്ത് കോണ്ടന്റ് ഉണ്ടാക്കിയാലും റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാർ എന്നായിട്ട് കോണ്ടാക്ട് ഉള്ള ആൾക്കാരാണ് ഈ വീഡിയോസ് പിന്നെ എതിരായിട്ട് എനിക്ക് പോയി ചെയ്യണത്. അതാണ് കൂടുതൽ എനിക്ക് ഇത്. കാരണം എൻ്റെ അടുത്ത് വന്നിട്ട് നല്ലത് പറയും, പിന്നെ പോയിട്ട് ഒരു കണ്ടന്റ് കിട്ടി പറഞ്ഞാൽ ഇങ്ങനെ എന്ന് പറയുന്ന ആൾക്കാരാണ്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ചിരിയും വരും, അവരുടെ വീഡിയോസ് കാണുമ്പോ ഇവൻ ഇങ്ങനെ ചെയ്തോ എന്നുള്ള ഒരു ഇതുണ്ട് വരും. ഇപ്പൊ ഈ പ്രപ്പോസൽസ് ഒക്കെ എങ്ങനെയാ വരുന്നത്? അതായത് ഡയറക്റ്റ് അവർ പെട്ടെന്ന് ഒരു ദിവസം വിളിച്ചിട്ട് ഇങ്ങനെ എനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടെന്ന് പറയണം, വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എന്റെ വീഡിയോസ് തുടക്കം മുതലേ കാണുന്ന ആൾക്കാരുണ്ടാവും, പിന്നെ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ വിളിച്ചിട്ട് എന്നെ നേരിട്ട് വിളിക്കും, അന്വേഷിക്കും, അങ്ങനെയൊക്കെ ആണ്. ഇനിയിപ്പോ ഒരു നല്ലൊരാള് വന്നാൽ വിവാഹം കഴിക്കാൻ റെഡിയാണ്. അപ്പൊ അതില് ഇനിയിപ്പം ഒരു കുട്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളല്ലേ, അതിപ്പോ നമ്മള് ചിന്തിക്കണില്ല. ഇപ്പൊ എങ്ങനെയായാലും ഒരു കല്യാണം ഒരു സപ്പോസ് ഒരു കല്യാണം കഴിക്കാത്ത ഒരാൾ വന്ന് കല്യാണം കഴിച്ചാൽ അവർക്ക് ഉണ്ടാവുമല്ലോ, അവരുടെ ഒരു കുഞ്ഞ് വേണം എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടാവും. എത്രയായാലും നമ്മുടെ മക്കള് വേറെ ഉപ്പാന്റെ അല്ലേ, ആ ഒരു ചിന്ത ഉണ്ടാവും. പിന്നെ എന്റെ ഡെലിവറി പ്രസവം നിർത്തിയിട്ടൊന്നുമില്ല. ഇല്ല. ഓക്കെ. ഇനിയിപ്പോ വരുന്ന ആള് ഇതേപോലെ കല്യാണം കഴിക്കാത്ത ഒരാള് വരണം എന്നാണോ? അങ്ങനെ കല്യാണം കഴിക്കാത്ത ആളാവുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കല്യാണം കഴിച്ച ആൾക്കാർ കൂടെ നിൽക്കില്ല. കാരണം ഒരു പെൺകുട്ടീനെ ഇതാക്കിയിട്ട് അല്ലെങ്കിൽ മക്കളെ വിട്ടിട്ട് വരികയാണെങ്കിൽ അവരുടെ ആ ഒരു ഇത് കഴിഞ്ഞിട്ടാണ് അവർ നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഇപ്പൊ നമ്മുടെ അടുത്തും ഉറപ്പിച്ച് നിൽക്കുന്നുള്ള ഒരു ഉറപ്പ് എനിക്കില്ല. പക്ഷെ കല്യാണം കഴിയാത്ത ആൾക്കാരാവുമ്പോൾ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും, അവർ നമ്മളെ വിട്ടിട്ട് പോവില്ല എന്നൊരു ഉറപ്പ് നമുക്കുണ്ട്. അല്ല, കല്യാണം കഴിച്ചെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഡിവോഴ്സ് ആയ ആൾക്കാരോ അല്ലെങ്കിൽ ഭാര്യ മരിച്ചുപോയ ആൾക്കാരോ ഒക്കെ ഉണ്ട്. അതായത് ഒരു കുടുംബം ഉപേക്ഷിച്ചിട്ട് വരുന്നവരല്ല, അല്ലാണ്ട് ഇപ്പോൾ ജീവിതത്തിൽ ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന ആൾക്കാരുണ്ടാവല്ലോ, അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെയുള്ളവരൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ വന്നാൽ കല്യാണം കഴിക്കോ? കുഴപ്പമില്ല. അവരുടെ ഫാമിലിക്ക് കുഴപ്പമില്ല, അവർക്ക് കുഴപ്പമില്ലെങ്കിൽ എനിക്കും കുഴപ്പമില്ല. ഓക്കെ. ഇപ്പം ഷറഫ് അലീനെ സംബന്ധിച്ച് ഇപ്പം 26 വയസ്സാണ്. പക്ഷേ നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ടല്ലോ ആൺപിള്ളേർക്ക് മെച്ചുവേർഡ് ആവുന്നത് കുറച്ചുകൂടി ടൈം എടുക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം എപ്പോഴെങ്കിലും സാജിദക്ക് തോന്നുകയോ അല്ലെങ്കിൽ ഷറഫ് അലി പറയുകയോ ചെയ്തു? അവനെ എന്നെക്കാട്ടി മെച്ചുവേർഡാണ്. ഷറഫ് അലിയൊക്കെ എന്നെക്കാട്ടി മെച്ചുവേർഡാണ്. അവനൊരു കുടുംബം നോക്കുന്ന ഒരാളാണ്. പിന്നെ അവൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെക്കാട്ടി കുറച്ചൊരു ഡിഫറെൻറ്റ് ആൾക്കാർ പറയും മെച്ചൂർഡ് ആയിട്ടില്ല, അവർക്ക് കാര്യപ്രാപ്തി ആയിട്ടില്ല, 30-32 വയസ്സ് അങ്ങനെയൊന്നുമില്ല. ആൺപിള്ളേർക്ക് 10, 22, 23 ഇപ്പോഴത്തെ കാലത്ത് ആൺപിള്ളേരൊക്കെ ഒരു 23, 24 വയസ്സാകുമ്പോഴേക്കും ഒരു കുടുംബം നോക്കുക, അവരുടെ കാര്യങ്ങൾ അവർ ചെയ്യുക, അങ്ങനത്തെ ഒക്കെ ഒരു ക്യാരക്ടേഴ്സാണ് ഇപ്പോഴുള്ള ആൺപിള്ളേരൊക്കെ. അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ മെച്ചൂർഡാണ്. അപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും ഒരു മൊമെന്റിൽ സാജിദയ്ക്ക് തോന്നുകയോ അല്ലെങ്കിൽ ഷറഫ് അലി പറയുകയോ ചെയ്തിട്ടുണ്ടോ, എൻ്റെ ലൈഫ് അതായത് സാജിദ കാരണം ആളുടെ ഒരു ലൈഫ് അല്ലെങ്കിൽ ആളുടെ ഒരു ഫ്യൂച്ചറിന് ബാധിക്കുന്ന കുറേ കാര്യങ്ങൾ ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെയുള്ള എന്തെങ്കിലും രീതിയിലുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം അവനിക്ക് അറിയാം എന്തിൽ നിന്നാണ് തുടങ്ങിയത്, എന്താണ് പ്രശ്നം എന്നെല്ലാം അവനിക്ക് അറിയാം. അതുകൊണ്ട് ഒരിക്കലും ഞാൻ അവൻ്റെ കുടുംബം കളിക്കുന്ന അവനക്ക് പറയാൻ പറ്റില്ല. അതിൽ അവനും തെറ്റുകാരനാണെന്ന് അവനിക്കറിയാം. അതായത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് റീസൺ ഷറഫ് അലിയും കൂടിയാണ്. അങ്ങനെ പറഞ്ഞാൽ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ഇടാനും ഇതിനൊക്കെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു പ്രശ്നം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തേക്ക് വന്നത്. അതുകൊണ്ടാണ് അവരുടെ വീട്ടുകാരൊക്കെ അറിഞ്ഞത്. അപ്പൊ അവനിക്ക് ഒരിക്കലും എന്നെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെയൊക്കെ പിറകില് അറിഞ്ഞോ അറിയാതെയോ ഷറഫ് അലിയുടെ ഒരു ഭാഗമാണ്.
ഓക്കെ, അത് ആളെ അംഗീകരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇതൊന്നും ആൾക്കൊരു പ്രശ്നമല്ല. ആൾക്ക് പ്രശ്നമില്ലായിക്കില്ല, കാരണം കുടുംബത്തിൽ അറിഞ്ഞുകൊണ്ട് അവനക്ക് പ്രശ്നമാണ്. അവൻ്റെ വീട്ടുകാരും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് അതൊരു ഫാമിലി പ്രോബ്ലം ആയതുകൊണ്ട് എനിക്ക് പ്രശ്നമുണ്ട്. അല്ലാത്ത രീതിയിൽ പേഴ്സണലായിട്ട് അവനിക്ക് അറിയാം എന്തുകൊണ്ടാണ് വന്നത്, എങ്ങനെയാണ് ഇതിലൊരു തെറ്റ്, ഞാനും തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു സംഭവം എനിക്കറിയാം. പക്ഷെ പ്രത്യക്ഷത്തിൽ നമ്മൾ പ്രേക്ഷകർ നോക്കുന്ന സമയത്ത് ഷറഫ് അലി ഒന്നും ചെയ്തതായിട്ട് നമുക്ക് കാണുന്നില്ല. അതായത് സാജിദ് ഒരു ദിവസം ഒരു വീഡിയോ ഇടുന്നു, കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നു, പിന്നെ കല്യാണം കഴിഞ്ഞില്ല എന്ന് പറയുന്നു. ഷറഫ് അലി ഒരിക്കലും സോഷ്യൽ മീഡിയയിലുള്ള ഒരാളല്ലല്ലോ. അവനൊരിക്കലും സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മീഡിയന്റെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം പറയണില്ല. അതുകൊണ്ട് ഞാനാണ് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആള്. അപ്പൊ എന്റെ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഞാനാണ് പറയല്ലേ. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇപ്പൊ അവന്റെ കാര്യങ്ങളായാലും ഞാനാണ് പറഞ്ഞ് സംസാരിക്കാം. ഒരിക്കലും അവൻ വേണമെങ്കിൽ മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ പറയാൻ പറ്റുമായിരിക്കും, അവൻ സംസാരിക്കും. അപ്പൊ അതിന്റെ രീതിയിലൊക്കെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കേസിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ എടുത്തിട്ട് അവരുടെ നേരിട്ട് മുന്നിൽ പോവാന്നുള്ള തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇന്റർവ്യൂ അവനെ ചെയ്യാ, അവൻ നേരിട്ട് വന്നിട്ട് ഇന്റർവ്യൂ ചെയ്യാന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ചെയ്യണോ വേണ്ടോ എന്ന്. അവൻ ദുബായിലാണല്ലോ, അവൻ ഇന്റർവ്യൂ ചെയ്യണമെങ്കിൽ അവൻ നാട്ടിൽ വരണം. അങ്ങനത്തെ ഒരു കേസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് പിന്നാലെ അവൻ പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനതാ ചോദിക്കാൻ വന്നത്, നമ്മളിപ്പം ഇത്ര നാളായിട്ടും സാജിദയുടെ ഭാഗം മാത്രമേ കേൾക്കുന്നുള്ളൂ, യൂട്യൂബ് ചാനലിലാണെങ്കിലും ഇന്റർവ്യൂസിലാണെങ്കിലൊക്കെ. അപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ഷറഫ് അലിക്ക് എന്താണ് പറയാനുള്ളതെന്ന് ആർക്കും അറിയില്ല. അപ്പം ആളുടെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ വരില്ല എന്നുള്ള ഒരു ഇതാണ്, എന്നാലും നമ്മൾ ഒരു സംസാരിക്കില്ല എന്നുള്ള ഒരു സംഭവമാണ്. അതുകൊണ്ടാണ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇന്റർവ്യൂസ് ചിലപ്പോൾ തരാൻ ചാൻസ് ഉണ്ടെങ്കിൽ വരും. അങ്ങനെ അവന്റെ ഭാഗം അവൻ ക്ലിയർ ആക്കും എന്താ സംഭവം എന്ന് അവൻ പറയും. ഇനി എന്താ ഭാവി പരിപാടീസ് എന്താണ്? എനിക്കോ പ്രത്യേകിച്ച് ഭാവി പരിപാടിയൊന്നും ഇല്ല. യൂട്യൂബ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാ, മക്കളായിട്ട് മുന്നോട്ട് പോവാ. എന്തെങ്കിലുമൊക്കെ നല്ല പ്രപ്പോസ് വന്നാൽ ഞാൻ കല്യാണം കഴിക്കും. അങ്ങനെയുള്ള സംഭവം ഉണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിൽ എന്തായാലും പറയും. എല്ലാ കാര്യങ്ങളും പറയുന്നതുകൊണ്ട് ഇത് മറച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല, എന്തായാലും അറിയും, ആരായാലും അറിയും. അങ്ങനെ കഴിക്കുന്ന ആളിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ മുന്നിൽ കൊണ്ടുവരും. ഇപ്പം ഷറഫ് അലീനെ കുറെ കമന്റ്സ് കാണുന്നത് ഇപ്പം ആന്റി ലവർ ആണ്, അല്ലെങ്കിൽ ഏജ് ആയിട്ടുള്ള ആൾക്കാരോട് പ്രണയം തോന്നുന്ന ഒരാളാണെന്നൊക്കെ. ഞാൻ സത്യം പറയട്ടെ, ഞാൻ അത് പറയാൻ കാരണം ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ പിള്ളേർക്ക് ആന്റി അങ്ങനെ പറഞ്ഞാൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരനെയാണ് ഇവർ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ അത് സത്യമാണ്. ശരിക്കും പറഞ്ഞാൽ കുറേ ഫ്രണ്ട്സുകളും അതുപോലെ തന്നെ ഇപ്പോഴുള്ള ആൾക്കാർ, ഇപ്പം ഞാൻ പറഞ്ഞല്ലേ എനിക്ക് വരുന്ന പ്രപ്പോസൊക്കെ 26-27 വയസ്സുള്ള. അപ്പം അവർ ശരിക്കും പറഞ്ഞാൽ കുറച്ച് മെച്ചൂർഡ് ആയിട്ടുള്ള പെൺകുട്ടികളാണ് അവർ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചെറിയ പെൺകുട്ടികളെ അവർക്ക് ആ ഒരു ഇതിൽ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാണ്ട് ഒരിക്കലും എല്ലാ ആൺപിള്ളേരും ആന്റി ലവേഴ്സാണ് ഞാൻ പറയുന്നില്ല. കുറച്ചൊരു ചില ആൾക്കാർ ഇങ്ങനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. അതെന്താ കാര്യം എന്നൊന്നും എനിക്കറിയില്ല. ഓക്കെ, പക്ഷെ കുറച്ച് മുന്നോട്ട് പോയി കഴിയുമ്പോൾ അവരുടെ ഒരു മൈൻഡ് മാറുമല്ലോ. ഇപ്പൊ ഇൻ കേസ് ഇപ്പൊ ഷറഫ് അലിയുടെ കാര്യം തന്നെയാണെങ്കിലും നിങ്ങൾ ഇപ്പോഴും സൗഹൃദത്തിലാണ്, നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട്? ശരിക്കും പറഞ്ഞാൽ എനിക്ക് എൻ്റെ നാട്ടിൽ തന്നെ ഒരു അനുഭവം ഉണ്ട്. ഒരു 25 വയസ്സായ ചെക്കനും ശരിക്കും പറഞ്ഞാൽ 45 വയസ്സായ ഒരു ചേച്ചിയും കൂടിയിട്ട് കല്യാണം കഴിച്ചു. ആ ചേച്ചി കല്യാണം കഴിഞ്ഞ് 2 മക്കൾ. ശരിക്കും പറഞ്ഞാൽ അവരുടെ മോൻ്റെ പ്രായമുള്ളൂ ഈ ചെക്കൻ. പക്ഷെ ഇവര് തമ്മിൽ ഫോണിലൂടെ ബന്ധപ്പെട്ട് ഇവര് നല്ല ഇതായി, പിന്നെ അവളും കല്യാണം കഴിച്ചു, അവരിപ്പോഴും ജീവിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതാ പറയുന്നത്, 25 വയസ്സും 45-50 വയസ്സൊക്കെ എവിടെ കിടക്കണു. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ശരിക്കും റിയലിൽ നടക്കുന്നുണ്ട്. അത് ഞാൻ പറയുന്ന ഒരിക്കലും സ്ത്രീകള് വയസ്സിന് താഴെ ചെറിയ ആണുങ്ങളെ കല്യാണം കഴിക്കാൻ തെറ്റൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. രണ്ടുപേര് തമ്മിൽ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ അവർ കല്യാണം കഴിക്കട്ടെ, സുഖമായിട്ട് ജീവിക്കട്ടെ, നമുക്ക് ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ സാജിദയുടേത് വരുന്നത് എന്താന്ന് വെച്ചാൽ മാറ്റി മാറ്റി പറയുന്നത് കൊണ്ട് ആൾക്കാർക്ക് കുറെ സംശയങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ഒരു സ്ഥലത്ത് എന്ന് പറയും, ഇവിടെ വേറെ പറയും. അപ്പൊ അതെന്താ നീ അങ്ങനെ പറയുന്നേന്നുള്ള ഒരു സാധനത്തിന്റെ പുറത്താണ് സാജിദക്കെതിരെ ഹെയ്റ്റ് വരുന്നത്. അല്ലാണ്ട് സാജിദ കല്യാണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഇവിടെ നേരം വെളുക്കും, സൂര്യൻ അസ്തമിച്ച രാത്രിയാകും, ഒരു പ്രശ്നമില്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പം നിങ്ങൾ തമ്മിൽ കമ്പനി ആണല്ലോ, സ്റ്റിൽ ഷറഫ് അലിയായിട്ട് നിങ്ങൾ സൗഹൃദത്തിലുണ്ട്. അപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് ഇനി ഒരു സൗഹൃദം വേണ്ട, കാരണം എനിക്കിപ്പോ കുറെ പ്രശ്നങ്ങൾ വന്നു, ഇനിയിപ്പോ ഒരു സൗഹൃദം വേണ്ടാന്ന് ഷറഫ് അലി പറയുവാണെങ്കിൽ എന്ത് ചെയ്യും? എന്തായിരിക്കും സാജിദ റിയാക്ട് ചെയ്യുന്നത്? സൗഹൃദം വേണ്ടാന്നോ? ഇനിയിപ്പോ നമ്മൾ തമ്മിൽ ഒന്നും വേണ്ട, ഇതുവരെ ഉണ്ടായതൊക്കെ ഉണ്ടായി, ഇനി നമുക്ക് കോണ്ടാക്ട് വേണ്ട അറിയില്ല. അങ്ങനെ ഇപ്പൊ ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടും ഇത്രയും പ്രശ്നങ്ങൾ കഴിഞ്ഞിട്ടും ഞാൻ അവനോട് പറഞ്ഞപ്പോ അവൻ അങ്ങനെ നമ്മളെപ്പോഴും പഴയതുപോലെ ഇങ്ങനെ ആണോ അങ്ങനെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് അവൻ പറഞ്ഞത്. അല്ലാണ്ട്
അവൻ മാറ്റി പറഞ്ഞിട്ടില്ല. അങ്ങനെ സപ്പോസ് പറഞ്ഞാലും അവൻ്റെ കാര്യത്തിന് അവൻ നല്ലതിന് അല്ലെങ്കിൽ അവൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അവൻ മാറുകയാണെങ്കിൽ അങ്ങനെ പോയിക്കോട്ടെ, അവൻ്റെ ലൈഫ് അങ്ങനെ നമ്മൾ ഒരുപാട് ഇതാക്കണ്ട എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ മാറി നിൽക്കും. നാളെ ഇപ്പോൾ ആള് വേറൊരു ബന്ധം അലയൻസ് വന്ന് കല്യാണത്തിലേക്ക് പോയാലും കുഴപ്പമില്ല, കല്യാണം കഴിക്കട്ടെ. ഇനിയിപ്പോ ഞാൻ എൻ്റെ ഒരു ശാപിക്കുന്ന പോലെ കല്യാണം കഴിക്കട്ടെ അങ്ങനെയല്ല, അവനിക്കൊരു ലൈഫ് വേണമല്ലോ. കാരണം എന്നെക്കാളും ശരി പറഞ്ഞാൽ അവൻ്റെ കുടുംബത്തിനെയാണ് ഞാൻ നോക്കുന്നത് കേട്ടോ. കുടുംബമാണ് അവൻ്റെ മെയിൻ. അവൻ്റെ ഉമ്മ ഉപ്പ പെങ്ങന്മാര്, അവൻ്റെ കുടുംബമാണ് അവൻ്റെ ലോകം. സത്യം പറഞ്ഞാൽ പാവം ഇപ്പോൾ ഭയങ്കര വീട്ടുകാരൊക്കെ ഇങ്ങനെ അറിഞ്ഞുകൊണ്ടും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു മോനായിരുന്നു അവിടെ. അപ്പൊ ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ഇവനായിട്ട് ഒരു ദേഷ്യമുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റണം. കാരണം അവൻ അങ്ങനെയുള്ള ഒരു ആളല്ല. പിന്നെ നമ്മളായിട്ട് സൗഹൃദം വെക്കുക പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവനായിട്ട് എൻ്റെ ഇക്ക മരിച്ച ടൈമിൽ ഇവൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴും അതൊരു ആശ്വാസമായിരുന്നു. എന്തും തുറന്നു പറയാനും നമ്മുടെ വേറൊരാൾ കുടുംബത്തിലൊരാളോട് പറയുന്നതിനെക്കാട്ടിയും ഇവരോടൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അവർ നമുക്ക് തരുന്ന സപ്പോർട്ടീവ് ആയിട്ടുള്ള സംസാരം കേൾക്കുമ്പോൾ നമുക്കൊരാശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് അവനായിട്ട് ഒരു ഇത് വെച്ചത്. പക്ഷെ ഇപ്പോൾ ഷർഫലിക്ക് കിട്ടുന്ന ഈ ഒരു ഹെയ്റ്റിന് ശരിക്കും അടിസ്ഥാന കാരണം സാധ്യതയല്ലേ? അവൻ്റെ കുടുംബത്തില് അതും പ്രശ്നങ്ങളൊക്കെ ആവാൻ കാരണം ഞാൻ തന്നെയാണ്. ഞാൻ ഇങ്ങനെ ഇട്ട ഒരു വീഡിയോ കാരണം കൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് അത് ശരിക്കാണ്. പക്ഷെ അത് ആ ഒരു മൈൻഡിലേക്ക് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അവനായിട്ട് ഇത്ര മാസം കോണ്ടാക്ട് ഉണ്ടല്ലോ, ഇതുവരെയായിട്ട് ഞാൻ അവൻ്റെ ഒരു വാക്ക് പറയേ അല്ലെങ്കിൽ എൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഇതൊരു ചെയ്യാനൊരു മെയിൻ ഒരു കാരണം ഉണ്ട്. ആ ഒരു കാരണം ഞാൻ ഇവിടെ പറയണില്ല. അവനിക്ക് അറിയാം അതെന്താ കാരണം എന്ന് മെയിനായിട്ട്. അതുകൊണ്ടാണ് അങ്ങനത്തെ പ്രശ്നം വന്നതെന്ന് അവനിക്ക് അറിയാം. അതുകൊണ്ട് ഒരിക്കലും എന്നെ തെറ്റ് പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോൾ ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആണ്. അപ്പം എല്ലാ ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സും അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഡേ ടു ഡേ ഇൻ മൈ ലൈഫ് അത് അങ്ങനെ എല്ലാം അതാണല്ലോ അവരുടെ കോണ്ടന്റ്, അറിയാം. പക്ഷെ എന്നാലും എപ്പോഴെങ്കിലൊക്കെ തോന്നിയിട്ടുണ്ട് ഇത്രയും പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ കാര്യങ്ങൾ യൂട്യൂബിൽ ഇടണ്ടായിരുന്നു എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? കാരണം ഈ കല്യാണത്തിന്റെ കാര്യങ്ങള് അങ്ങനെ നല്ല പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ തോന്നിയിട്ടുണ്ട്. കാരണം ബാക്കിയുള്ളത് അങ്ങനെ ഞാൻ മക്കള് എന്നുള്ള ഒരു വീഡിയോസ് ആയിട്ട് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. ഇങ്ങനത്തെ ഉള്ള പേഴ്സണൽ വിഷയങ്ങൾ ഇതിൽ കൊണ്ടുവന്നിടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോ ഷർഫലി മാത്രമുള്ള ഒരു സുഹൃത്തായിട്ട് അല്ലെങ്കിൽ വേറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ? ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. സുഹൃത്ത് ബന്ധം വലയൊക്കെ ഉണ്ട്, ഒരുപാടുണ്ട്. പഠിച്ച കുട്ടികളുണ്ട്. അല്ലാണ്ട് തന്നെ ഇപ്പോൾ യൂട്യൂബിൽ വന്നതുകൊണ്ട് തന്നെ ഇൻസ്റ്റയിലുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. കൂടുതലായിട്ട് നമ്മൾ ഇവനായിട്ട് കുറച്ച് കൂടുതൽ അടുപ്പവും കാര്യങ്ങളും പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങളൊക്കെ ഇവനായിട്ട് പറയും. പിന്നെ മെയിനായിട്ട് ഒരാളുണ്ട്, അവനായിട്ട് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാം കേട്ടോ. അത് സത്യം പറഞ്ഞാൽ എനിക്കൊരു തൂണാണ് അവൻ. അല്ല, ഷർഫലിനെ കാട്ടി ഒരു മെയിനായിട്ടുള്ള ഒരു ആളുണ്ടായിരുന്നു, ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ഇൻസ്റ്റ വഴി പരിചയപ്പെട്ട തന്നെ. പക്ഷെ അവൻ എനിക്ക് ഇപ്പോഴും സപ്പോർട്ടീവായിട്ട് സംസാരിക്കും. തുടരെ വീഡിയോസൊക്കെ ഞാൻ വീണ്ടും എടുക്കാൻ കാരണം അവനാണ്. നീ ഇനി ഇങ്ങനെ ഇതായിട്ട് നിൽക്കരുത്, വീഡിയോസ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് സപ്പോർട്ടായിട്ട് സംസാരിക്കുന്ന അങ്ങനത്തെ ഒരാളുണ്ടായിരുന്നു. ഉണ്ട്, ഇപ്പോഴും കോണ്ടാക്റ്റിലുണ്ട്. അപ്പൊ അവനാണ് അവൻ്റെ അടുത്ത് ശരിക്കും പറഞ്ഞ ഒരു സുഹൃത്ത് എന്ന നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും. ഷർഫലിക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞ ദേഷ്യം വരും, ചൂടാവും, ചിലപ്പോൾ ഫോൺ കട്ടാക്കിയിട്ട് പോവും, ബ്ലോക്ക് ആക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. എനിക്ക് പറ്റാത്ത കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ കല്ലിയൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ പോകും. ഇവൻ പറഞ്ഞാല് ഇവന് എല്ലാം പോസിറ്റീവായിട്ട് എടുക്കും, നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അങ്ങനത്തെ ഒക്കെ ഒരാള്, അങ്ങനെ ഒരു ആളുണ്ട്. ഇനി ഈ ആളുടെ വീഡിയോസ് ഇടുവോ ഇൻസ്റ്റഗ്രാമില്? ഈ പറഞ്ഞ ആളുടെ അതൊന്നും ഒരിക്കലും ഇല്ല. ആള് മാരീഡാ? മാരീഡ് ഒന്നല്ല. അല്ല. ഇപ്പോ സമൂഹത്തിൽ ഇപ്പം എല്ലാ സ്ത്രീകൾക്കും കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഒരു ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ ഇപ്പം 5 മക്കളുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ആൾക്കാര് അങ്ങോട്ട് വരുന്ന ചാൻസ് കൂടുതലായിരിക്കും. ഇപ്പോൾ ദുരുപയോഗം ചെയ്യാനോ അല്ലെങ്കിൽ മിസ്ബിഹേവ് ചെയ്യുന്ന രീതിയിലൊക്കെ പല രീതിയിലുള്ള എക്സ്പീരിയൻസസ് കുറച്ചുകൂടി വരാൻ ചാൻസ് കൂടുതലുണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? അങ്ങനെ ഞാൻ അധികം അതാ ഞാൻ പറഞ്ഞത്, അത്രമേൽ ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ഞാൻ അവർക്ക് ആ ഒരു ചാൻസ് കൊടുക്കില്ല. മനസ്സിലാക്കും, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ നമ്മള് ഫോണിലൂടെ ആയാലും അല്ലാണ്ടായാലും ഏകദേശം എല്ലാവർക്കും അറിയാം എൻ്റെ ഹസ്ബൻഡ് മരിച്ചതാണ് എന്നൊക്കെ അറിയാം. നമ്മൾ ഒറ്റയ്ക്ക് പോയി വരുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് ഒരു
നമ്മളായിട്ട് പെരുമാറുന്ന രീതി ഉണ്ടല്ലോ, ആ ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കി പറഞ്ഞാൽ ഞാൻ അതവിടെ സ്റ്റോപ്പ് ചെയ്യും. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും എങ്ങനെയാ ഇത്ര ധൈര്യസമ്മതമായിട്ട് മുന്നോട്ട് പോകുന്നത്? അതിന്റെ ഒരു സീക്രട്ട് എന്താ? തളരാതെ അതെന്താന്ന് ഒറ്റയ്ക്കിരിക്കുമ്പോ ചിലപ്പോ വിഷമിച്ച് കരയൊക്കെ ചെയ്യായിരിക്കും അല്ലേ? ഇല്ലില്ല, ഞാൻ ഈ ഒരു പ്രശ്നം വന്നിട്ട് ഒരിക്കലും കരഞ്ഞിട്ടില്ല. എന്റെ ഇക്കാന്റെ കാര്യം ആലോചിച്ചിട്ട് ഞാൻ കരയാന്നല്ലാണ്ട് ഒരിക്കലും ഈ ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് കളിക്കുന്നു, എനിക്ക് വിളിക്കുന്നവരത്തൊക്കെ അതല്ലേ, അതൊരു കണ്ടന്റ് ആണ്, അതങ്ങനെ കണ്ടാൽ മതി, അല്ലാണ്ട് ഇതിനെ വേറൊരു രീതിയിൽ കാണണ്ട. ഷാജി നീ ജയിലിൽ പോയോ, ഞങ്ങൾക്ക് ടെൻഷനാണ്, എന്തോ പ്രശ്നമുണ്ട്, കേസായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ഭാഗം ചിന്തിക്കണ്ട, ഞാൻ എൻ്റെ വീട്ടിലുണ്ട്, അത് അവരുടെ ഒരു ഭാഗമാണ്. പിന്നെ ഞാൻ എവിടെയെങ്കിലൊക്കെ ചിലപ്പോൾ ഞാൻ 2 ദിവസം വീഡിയോസ് ഒക്കെ ഇടാണ്ടായ ആൾക്കാർ വിളിക്കും, ഷാജി ഇന്ന് വീഡിയോ കണ്ടില്ലല്ലോ. ഞാൻ ശരിക്കും രാവിലെ പറഞ്ഞ ഒരു 9-10 മണിയാകുമ്പോൾ ഒരു ഷോർട്സ് ഇടും, ഞാൻ ഷാരിക്കിന് മോനെ വെച്ചിട്ടൊരു ഷോർട്സ് ഇടും. അത് കാണാണ്ടായ അപ്പോൾ കുറച്ച് പേര് ഇങ്ങനെ വിളിക്കും, ഷാജി ഇന്ന് വീഡിയോ കണ്ടില്ല, എന്ത് പറ്റി, എവിടെയാണ്, എന്താന്നൊക്കെ ചെയ്യും. അപ്പോൾ ഞാൻ തിരക്കിലാണ്, ചിലപ്പോൾ ഞാൻ ഇവിടെയാണ് അവിടെയാണെന്നൊക്കെ പറയും. അപ്പൊ നമ്മളെ കാണാണ്ടായാൽ തെരഞ്ഞു വരുന്ന ആൾക്കാരുണ്ട്, എന്താ വീഡിയോസ് ഇടാത്തെന്ന് പറഞ്ഞിട്ട് ചോദിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാരാണോ ഒരു മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം? അവരാണ് എനിക്ക് ധൈര്യം തരുന്നത്. നീ ഒരിക്കലും തളരരുത്. ശരിക്കും പറഞ്ഞാൽ 5 എത്തി മക്കളെ നോക്കണ ഒരു ഉമ്മ എന്ന നിലയ്ക്ക് എനിക്ക് നല്ല വിലയാണ്. കാരണം 5 എത്തി മക്കളെ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് നിസ്സാര കാര്യമല്ല. പിന്നെ എത്തി മക്കൾ എന്താന്ന് നമ്മുടെ സമുദായത്തില് മുസ്ലിം ആൾക്കാർക്ക് അറിയണവർക്ക് അറിയാം എന്താണ് ആ മക്കളുടെ വില, അവരുടെ വാല്യൂ എന്താണെന്ന് അവർക്ക് മനസ്സിലാവും, അവരെ നോക്കണ ഉമ്മാന്റെ വാല്യൂ എന്താണെന്ന് അവർക്ക് മനസ്സിലാവും. അങ്ങനെ മതപരമായിട്ട് അറിയുന്ന പഠിച്ച ആൾക്കാർക്ക് മനസ്സിലാവുന്ന ആൾക്കാർക്ക് അറിയാം, അല്ലാത്തവർ ഇങ്ങനെ തോന്നിയ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു മൊമെന്റിൽ ഇപ്പം ചില കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്, ഇപ്പം യത്തീമക്കളെ നോക്കുന്നു എന്നുള്ളൊരു ടാഗ് ലൈൻ ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന പോലെ. ഒരിക്കലില്ല. എത്തിമക്കള് എന്നുള്ളൊരു ടാഗ് ലൈൻ ഞാൻ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ വരാൻ കാരണം ഇവരെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇക്ക കല്യാണം അല്ല മരിച്ച ശേഷം 1 മാസം കഴിഞ്ഞ് ഞാൻ വർക്കിന് ഇറങ്ങിയ ഒരാളാണ്. 4 മാസത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും സോഷ്യൽ മീഡിയയിൽ നിന്നിട്ടല്ലേ ഇവരെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അന്നേ ഞാൻ പൈസ ഉണ്ടാക്കും. ഇങ്ങനെയാണ് എനിക്ക് മക്കൾ, ഇങ്ങനെയാണ് എനിക്ക് ഇതില്ല അതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പൈസ ഉണ്ടാക്കും. പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല. പിന്നെ എനിക്ക് വയ്യാണ്ടതിൻ്റെ ശേഷം പിന്നെ തൈറോയിഡിൻ്റെ സർജറി കാര്യങ്ങളൊക്കെ ആയതിൻ്റെ ശേഷമാണ് ഞാൻ വെറും തൈറോയിഡിൻ്റെ സർജറിക്ക് മാത്രമാണ് ഞാൻ ഈ സംഭവം ചോദിച്ചിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു വീടില്ല, സ്ഥലമില്ല, എനിക്കാണെങ്കിൽ യൂട്യൂബിൽ പറയാം എനിക്കൊരു വീടില്ല, സ്ഥലമില്ല, എന്നെ എല്ലാവരും സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോൾ പറഞ്ഞിട്ടില്ല. ഞാൻ അതൊരിക്കലും ചെയ്യില്ല, അതാവുമ്പോൾ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിൽക്കുന്നത്, അത്രേ ഉള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു കൂടുതൽ ആൾക്കാർ പറയുന്നത് ആ ഒരു സർജറിക്ക് ശേഷം സാജിദ അഹങ്കാരിയായി മാറി. പണ്ട് ഭയങ്കര ഒരു എളിമ താഴ്മയ്ക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ അവൾക്ക് ഭയങ്കര അഹങ്കാരമാണ്. കുറച്ച് ഫോളോവേഴ്സ് റീച്ച് ആയപ്പോൾ അവള് ഭയങ്കര ജാടയായി എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് പറയുന്നത്, അവരുടെ കണ്ണുകൊണ്ട് അങ്ങനെ കാണുമ്പോൾ അത് പറഞ്ഞാലേ ഞാൻ പറയട്ടെ, ഒരുപാട് നമ്മളിങ്ങനെ കുറ്റം പറയുന്ന ആൾക്കാരനെ സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. അതുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞത് കേൾക്കുമ്പോൾ കമൻസൊക്കെ ഫസ്റ്റൊക്കെ നന്നായിട്ട് കമൻസ് വായിച്ചിട്ട് റീപ്ലൈ കൊടുത്ത് ലൈക്ക് കൊടുക്കുന്ന ഒരാളായിരുന്നു. പിന്നെ എനിക്ക് കമൻസിനോടേ വെറുപ്പായി. കമന്റ് ബോക്സിൽ ഞാൻ തുറക്കാണ്ടായി. അപ്പൊ അതിന്റെ കാരണം ഇവരാണ്. ഇങ്ങനെ ഒരു ജോതി കമന്റ്സുകളാണ്, ഫിൽറ്റർ ഇട്ട് തള്ളച്ചി ഉമ്മച്ചി അങ്ങനെയൊക്കെ ഉള്ള കമന്റ്സ്. ഞാൻ പറയട്ടെ, ഞാനും ഉമ്മച്ചിയാണ്, ഞാൻ 5 മക്കളുടെ ഉമ്മച്ചിയാണ്, എനിക്ക് 32 വയസ്സുണ്ട്, ഞാൻ അതിൻ്റെതായ പ്രായം എനിക്കുണ്ട്, എനിക്ക് എൻ്റെ മക്കളും ഉണ്ട്. ഒരിക്കലും ഞാൻ മക്കളില്ലാത്ത ഉമ്മയാണെന്ന് ഞാൻ പറയുന്നില്ല, എവിടെയും ഞാൻ പറയുന്നില്ല. അപ്പോൾ എന്താ പറയുക, തള്ളച്ചിയാണ്. അങ്ങനെ 32 വയസ്സായ ഒരു തള്ളയാണെന്ന് എനിക്കറിയില്ല, 10, 60, 70 വയസ്സായവർ ഇപ്പോഴും കല്യാണം കഴിക്കുന്നുണ്ട്. കുടുംബം ഒരു ശരിക്കും പറഞ്ഞാൽ എനിക്ക് 60, 55 വയസ്സുള്ള ഉമ്മമാരൊക്കെ വിളിക്കലുണ്ട്. അറിയാം ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു പാർട്ട്ണറെ കിട്ടിയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഞങ്ങൾ മക്കൾക്ക് വേണ്ടി ജീവിച്ചു എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, ഉമ്മമാരുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അത് അവരുടെ ഏജും കൂടി നമ്മൾ നോക്കുമ്പോൾ 55, 60 വയസ്സ് ഈ ടൈമിൽ അവർ പാർട്ട്ണറിനെ തിരയണം. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ സെക്സ് മാത്രമല്ല ഒരു പാർട്ട്ണർഷിപ്പ്. എന്തൊരു കാര്യം സംസാരിക്കണമെങ്കിലും ഇപ്പം എൻ്റെ മക്കളോട് പറയുന്നതിനെ കാട്ടിയും എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറോട് പറയുന്ന ഒരു ഇത് വരില്ലല്ലോ. അതെ. നമ്മുടെ എന്ത് രഹസ്യങ്ങൾ പറയാനും നമുക്ക് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് നമ്മുടെ പാർട്ട്ണറായിരിക്കും. അപ്പോൾ അവരോട് നമുക്ക് എന്ത് കാര്യം പറയാം, മക്കളോട് പറയാനൊരു ലിമിറ്റ് ഉണ്ട്, ലിമിറ്റേഷനാണ് മക്കളോട്. അത് കഴിഞ്ഞിട്ട് മക്കളോട് പറയാൻ പറ്റുള്ളൂ. ഉമ്മ എന്നുള്ളൊരു ഒരു സ്ഥാനം അവർക്കുണ്ട്. ആ ഉമ്മാൻ്റെ സ്ഥാനത്ത് നിന്ന് മാത്രമേ എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള വിഷയങ്ങൾ എനിക്ക് അവരുടെ തലയിൽ വെച്ച് കെട്ടാൻ പറ്റില്ല. പിന്നെ അവർ അതിന് മാത്രം ഏജായി 22 വയസ്സ് 23 അവർ ആ ഒരു പക്വത എത്തുമ്പോൾ ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊക്കെ അവർക്ക് ചിലപ്പോൾ അവരുടെ പാർട്ട്ണർ വന്നതിന് ശേഷം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവരത് മനസ്സിലാക്കട്ടെ. അതാ ഞാൻ പറയാം. പിന്നെ ഞാൻ ഇപ്പോൾ 2ാമത്തെ മോന് കുറച്ച്
മൂത്ത ആളിനെക്കാട്ടിയും കുറച്ച് പക്വത അവനിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മൂത്ത ആള് പെട്ടെന്ന് ദേഷ്യം വരും, ഇത് പക്ഷെ പാവാണ്, ഒരു ഇതുണ്ട്. അപ്പൊ അവൻ രണ്ടാമത്തെ മോന് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പം ഉമ്മ അങ്ങനെയാണ്, ഇതൊക്കെയാണ് സംഭവം എന്ന് പറഞ്ഞാൽ അവന് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അങ്ങനെയാണ്. അപ്പം അവരുടെ ആ ഒരു, ഞാൻ എന്നിട്ട് അവനോട് പറയും, ഉമ്മ നിങ്ങൾക്ക് നിങ്ങളുടെ ഏജ് വരുമ്പോൾ ഒരു 10-22 വയസ്സ് നിങ്ങൾക്കൊരു പാർട്ട്ണർ വരുമ്പോഴാണ് ഉമ്മ അന്ന് ഉപ്പ ഇല്ലാണ്ട് എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് ഞാൻ പറയും. അതുവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം വന്നതിലൊക്കെ. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ മുന്നോട്ടൊക്കെ പോവാ. കുറെ കണ്ടന്റ് ഉണ്ടാവല്ലേ കയ്യിൽ? കണ്ടന്റ് അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടന്റ് ക്രിയേറ്റർ അല്ല. ശരിക്കും എൻ്റെ കയ്യിൽ കണ്ടന്റേ ഇല്ല. ഇപ്പൊ നല്ല കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുണ്ട്. ഇപ്പോഴാണ് എല്ലാവരും പറയുന്നത് ഇവളുടെ കണ്ടന്റ് ആണ് ഇതൊക്കെ. കല്യാണത്തിന്റെ ആ സംഭവം ഇട്ട പിന്നെ ഇവൾക്ക് ഭയങ്കര കണ്ടന്റ്, മൈൻഡിൽ കണ്ടന്റ്, അവളത് വെച്ച് റീച്ച് ആവേണ്ട അങ്ങനെയുള്ളവരൊക്കെ പറയുന്നുണ്ട്. ശരിക്കും അതൊരു കണ്ടന്റേ ഇല്ല, അതൊരു അപ്പൊ തോന്നിയൊരു സംഭവമാണ്, അങ്ങനെ പറഞ്ഞിട്ട് ഇട്ടതാണ്. അത് ഇത്രയും വൈറലാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. എത്ര വരുമാനം കിട്ടുന്നുണ്ട് ഇപ്പോ? നല്ല റീച്ച് ആയില്ല ഇപ്പോ? അത്യാവശ്യത്തിനുള്ള നമ്മൾക്ക് വരുമാനം ഉണ്ട്. ഒരുപാട് ഇതിന്റെ ഇടയിൽ എന്ന് പറയുമ്പോ ഇതിന്റെ ഇടയിലാണ് മാസം ഒരു 30 ലക്ഷം 30 ലക്ഷം എൻ്റെ അമ്മോ, അങ്ങനെയൊക്കെ കിട്ടിയപ്പോ ഞാൻ ആളാ ഇത്ര എളിമയിലൊക്കെ സംസാരിക്കുന്നത്. 30 ലക്ഷം ഒന്നുമില്ല, 30,000 40 അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. ഒരു മാസം. അതിനി കൂടിക്കോളും, മേടിക്കണ്ട. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം കാണാൻ പറ്റിയതിലൊക്കെ. അപ്പൊ ഇതേപോലെ തന്നെ മുന്നോട്ട് പോട്ടെ. വേഗം ഇനി അടുത്ത കണ്ടന്റ് ഉണ്ടാക്കണം, എന്നാലും ഞങ്ങൾക്ക് ഇന്റർവ്യൂ വിളിക്കാൻ. അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവാം. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.